സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും ബാക്കി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ്, കോഴിക്കോട് നിന്ന് രമ്യദാസ് എന്നിവർ ചേരുകയാണ്. ആദ്യം അർജുനിലേക്ക് പോയാൽ, അർജുൻ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, അല്പസമയം മുമ്പ് അടുത്ത 3 മണിക്കൂർ നേരത്തേക്കുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുപ്രകാരം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വരുന്ന 3 മണിക്കൂറിൽ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതായത് ഓറഞ്ച് അലേർട്ടിന് സമാനമായിട്ടുള്ള മഴ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂർ നേരത്തേക്കുള്ളതാണ്. മറ്റ് പൊതുവെ ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിലാണ്. സംസ്ഥാനത്ത് എമ്പാടും ഇന്ന് അതിശക്തമായിട്ടോ അതിതീവ്രമായിട്ടുള്ള മഴയുണ്ട്. ഇന്നലെ രാത്രി തൊട്ട് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. ഇന്ന് പകലും വലിയ രീതിയിലുള്ള കുറവ് മഴയ്ക്ക് ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. കടലിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കരയിലേക്ക് വലിയ തീവ്രതയോടുകൂടിയുള്ള മഴ ഇല്ലാതിരിക്കുന്നത്. അതേസമയത്ത് തന്നെ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഈ വടക്കൻ ജില്ലകളിലൊക്കെ ശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴത്തെ മുന്നറിയിപ്പിലും പറയുന്നത് 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കാര്യം പറയുകയാണെങ്കിൽ നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. നിലവിൽ തന്നെ 20 സെന്റിമീറ്റർ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. 4 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. അത് കൂടുതൽ ഉയർത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഷട്ടറുകൾ 40 സെന്റിമീറ്റർ കൂടി ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഷട്ടറുകൾ 40 സെന്റിമീറ്ററാക്കി ഉയർത്തും. ഒപ്പം തന്നെ ഈ ഷട്ടറുകൾ ഉയർത്തിക്കഴിഞ്ഞാൽ നെയ്യാറ്റിങ്കര, പാറശാല പ്രദേശങ്ങളിലേക്ക് ആ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ള മഴ, തിരുവനന്തപുരത്ത് ഇടവിട്ടാണ് മഴ പെയ്യുന്നതെങ്കിലും ശക്തമായി മഴ പെയ്യുന്നൊരു സാഹചര്യം തലസ്ഥാനത്തുണ്ട്. വടക്കൻ ജില്ലകളെയും മധ്യ ജില്ലകളെ അപേക്ഷിച്ച് തെക്കൻ ജില്ലകളിലേക്ക് മഴയുടെ കാഠിന്യം കുറവാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതും ഈ പറയുന്ന വടക്കൻ ജില്ലകളിലാണ്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 5 ജില്ലകളിലാണ് അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടി വേണമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. കാസർഗോഡാണ് ഈ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ശക്തമായിട്ടുള്ള കാറ്റ് കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ എറണാകുളത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലും അത് തുടരാനുള്ളൊരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുള്ളത്. ലക്ഷ്മി. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. രമ്യദാസ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രമ്യ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള മഴക്കെടുതികൾ ആ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന അടക്കമുള്ള കാര്യങ്ങൾ. എന്താണ് നിലവിലെ സ്ഥിതി? മഴ ശക്തമായി തുടരുകയാണോ? മലയോര മേഖലകളിലെ സ്ഥിതി എന്താണ്? ലക്ഷ്മി, പത്മ, കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും മഴ ശക്തമായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് മേഖലയിൽ ഉൾപ്പെടെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ കോഴിക്കോട് മാവൂരിലും ഒരു കെട്ടിടം, അതായത് കലപ്പഴക്കത്താൽ കൂടിയുള്ള ഒരു കെട്ടിടമാണ് ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നത്. ഇന്നും ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ വളരെ കുറവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ കനത്ത മഴയെ തുടർന്ന് നിരവധി കെട്ടിടങ്ങളും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കാര്യമായ നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഒളവണ്ണ, ഒടുമ്പ്ര, കിള്ളിക്കുന്നിൽ, കോയങ്ങുറത്ത് അഷ്റഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഈ 15 മീറ്ററോളമാണ് ഇത്തരത്തിലൊരു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഇത് ചെറിയ തോതെങ്കിലും വീടിനെ ഭീഷണി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ശക്തമായ മഴയിലും കാറ്റിലും കൊയിലാണ്ടി, മൂടാടി, പാലക്കുളത്ത് മീത്തൽ ശ്രീജയുടെ വീടിലെ ഭാഗികമായി തകർന്നിരുന്നു. ആളപായമില്ല. ഇവിടുന്ന് വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. നിലവിൽ ഇതുവരെ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കനത്ത മഴ തന്നെയാണ് ശക്തമായി തുടരുന്നത്. ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ജില്ലയിലുണ്ട്. എന്നാൽ കുറച്ച് സമയമായി ഈ കാറ്റിന് നേരിയ ശമനമുണ്ടെങ്കിലും ശക്തമായ മഴയും തുടരുന്നുണ്ട്. കൂടാതെ തന്നെ തീരമേഖലയിലും അതുപോലെ തന്നെ മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക്
സാധ്യതയുള്ളതിനാൽ തീരമേഖലയിൽ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമുണ്ട്. കൂടാതെ തന്നെ മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്രകളും അതുപോലെ തന്നെ കിണർ നിർമ്മാണം, ക്വാറി നിർമ്മാണം എന്നിവയുടെ എല്ലാം നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്മി. രമ്യദാസാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.